ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് മെഷർ ആണ്. ഇതിന്റെ റിലേറ്റീവ് മെഷറിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. ഈ രീതിയിലാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ സി വി അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഉപയോഗിച്ചിട്ടാണ് ഒരു ഡേറ്റ സ്റ്റേബിൾ ആണോ കൺസിസ്റ്റൻ്റ് ആണോ എന്നൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ കേസിലും എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സി വിയും കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കേസാണ് എക്സിൻ്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ കേസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സിഗ്മ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സിഗ്മയുടെ വാല്യൂ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. അതായത് എക്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ നിന്ന് എക്സിൻ്റെ സമ്മിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്തതിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യുന്നു. കിട്ടുന്ന ആൻസറിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 5 വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5. ഇനി നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലും വേണം, എക്സിൻ്റെ ടോട്ടലും വേണം. അപ്പോൾ ഓരോ എക്സിൻ്റെയും സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. എക്സിൻ്റെ വാല്യൂസ് 5, 4, 2, 3, 7. സ്ക്വയർ പറയുമ്പം 25, 16, 4, 9, 49. ഇനി നമുക്ക് എക്സിൻ്റെയും എക്സ് സ്ക്വയറിൻ്റെയും ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാം. എക്സിൻ്റെ ടോട്ടൽ എത്രയാണ് വരുന്നത്? 21 എന്ന് കിട്ടും. എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ എത്രയാണ് വരുന്നത്? 103 എന്നുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ വാല്യൂസ് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ 103 ഡിവൈഡഡ് ബൈ എന്നിൻ്റെ വാല്യൂ 5 മൈനസ് എക്സിൻ്റെ ടോട്ടൽ 21 ഡിവൈഡഡ് ബൈ 5 അതിൻ്റെ സ്ക്വയർ. ഇനി 103 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ 20.6 എന്ന് കിട്ടുന്നു. മൈനസ് 21/5 എന്ന് പറയുന്നത് 4.2 ആണ്. 4.2ൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 20.6 മൈനസ് 4.2ൻ്റെ സ്ക്വയർ നമുക്ക് 17.6 എന്നാണ് കിട്ടുന്നത്. ഇത് മൈനസ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 3 എന്ന് കിട്ടും. 3യുടെ റൂട്ട് 1.73 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ നമുക്ക് 1.73 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി സി വി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. മീനിൻ്റെ വാല്യൂ അതിന് കാൽക്കുലേറ്റ് ചെയ്യണം. മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. മീൻ എന്താണ്? സിഗ്മ എക്സ് ബൈ എൻ. അതായത് എക്സിൻ്റെ ടോട്ടൽ 21 ഡിവൈഡഡ് ബൈ എന്നിൻ്റെ വാല്യൂ 5 ഡിവൈഡ് ചെയ്ത് നമുക്ക് 4.2 എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് വാല്യൂ സിഗ്മയുടെയും എക്സ് ബാറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ്റെ വാല്യൂ എത്ര കിട്ടും? 1.73 ഡിവൈഡഡ് ബൈ 4.2 ഇൻറ്റു 100. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 41.19 എന്ന് 19% എന്ന് ആൻസർ കിട്ടുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഫസ്റ്റ് കേസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സി വിയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് കേസ് 2 ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫ്രീക്വൻസി ഉള്ള കേസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. ഈ രീതിയിലാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സും എഫും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എഫ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, എഫ് ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സും എഫും തന്നിട്ടുണ്ട്. ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ എഫ് എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, എഫ് ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി എക്സിൻ്റെ വാല്യൂസ് 2, 4, 6, 8. ഫ്രീക്വൻസിയുടെ വാല്യൂസ് 7, 5, 3, 1. ഇനി എഫ് എക്സ് കണ്ടുപിടിക്കുക, അതായത് എഫ് ഇൻറ്റു എക്സ് കണ്ടുപിടിക്കുക. 14, 20, 18, 8. ഇനി അടുത്തത് എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് എക്സ് സ്ക്വയർ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 4, 16, 36, 64. ഇനി
എഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിനെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതായത് 7 × 4 28, 16 × 5 80, 3 × 36 108, 1 × 64 64. ഇനി നമുക്ക് ടോട്ടൽ ഏതിൻ്റെയൊക്കെയാണ് വേണ്ടത്? എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ വേണം, എഫ് എക്സിൻ്റെ ടോട്ടൽ വേണം, n കിട്ടാനായിട്ട് ഫ്രീക്വൻസിയുടെയും ടോട്ടൽ വേണം. അപ്പോൾ ഈ 3 കോളത്തിൻ്റെയും ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ. ഫ്രീക്വൻസിയുടെ ടോട്ടൽ 16, എഫ് എക്സിൻ്റെ ടോട്ടൽ 60, എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ 280. ഈ വാല്യൂസ് ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ 280 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ അതായത് n 16 മൈനസ് എഫ് എക്സിൻ്റെ ടോട്ടൽ 60 ഡിവൈഡഡ് ബൈ എന്നിൻ്റെ വാല്യൂ 16 ഹോൾ സ്ക്വയർ. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. 280 ഡിവൈഡഡ് ബൈ 16 17.5 മൈനസ് 60 ബൈ 16 3.75 അതിൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 17.5 മൈനസ് 3.75ൻ്റെ സ്ക്വയർ എടുക്കുക 14.1 എന്ന് കിട്ടും. ഇനി ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3.4 എന്നാണ് ആൻസർ കിട്ടുന്നത്. 3.4ൻ്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക 1.84 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതായിരുന്നു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത്. ഇനി സി വി കണ്ടുപിടിക്കാനായിട്ട് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. മീൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. സിഗ്മ എഫ് എക്സ് 60 നമുക്ക് കിട്ടിയിരുന്നു. എന്നിൻ്റെ വാല്യൂ 16 ഡിവൈഡ് ചെയ്യുമ്പോൾ 3.75. ഇനി സി വി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മയുടെ വാല്യൂ 1.84 ഡിവൈഡഡ് ബൈ എക്സ് ബാറിൻ്റെ വാല്യൂ 3.75 ഇൻറ്റു 100 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 49.06 എന്നാണ് നമുക്ക് കിട്ടുന്നത്. 49.06 എന്ന വാല്യൂ ലഭിക്കും. അടുത്തതായിട്ട് കേസ് 3 കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് ക്ലാസ് ഇൻ്റർവെൽസ് ആയിട്ടാണ് ഡേറ്റ തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് സീരീസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ ഫോർമുല ഉപയോഗിച്ച് തന്നെയാണ്. റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് നമ്മൾ മിഡ് വാല്യൂ ആയിട്ട് എടുക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ചെയ്യാം. എക്സ് എന്ന് പറയുന്നത് ഓരോ ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ എടുക്കുക, ഫ്രീക്വൻസി, പിന്നെ എഫ് എക്സ് എക്സ് സ്ക്വയർ എഫ് എക്സ് സ്ക്വയർ. എക്സിൻ്റെ വാല്യൂസ് എന്ത് വരും? 1 to 3 മിഡ് വാല്യൂ 2 ആണ്. 3 to 5 മിഡ് വാല്യൂ 4, 5 to 7 മിഡ് വാല്യൂ 6, 7 to 9 മിഡ് വാല്യൂ 8, 9 to 11 മിഡ് വാല്യൂ 10. ഇനി ഓരോ ക്ലാസ്സിൻ്റെയും ഫ്രീക്വൻസി എഴുതുക. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 6, സെക്കൻഡ് ക്ലാസ്സിൻ്റെ 5, തേർഡ് ക്ലാസ്സിൻ്റെ 4, ഫോർത്ത് ക്ലാസ്സിൻ്റേത് 3, ലാസ്റ്റ് ക്ലാസ്സിൻ്റേത് 2. ഇനി എഫ് ഇൻറ്റു എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്തത് എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക, എക്സിൻ്റെ സ്ക്വയേഴ്സ്. അടുത്തെന്ന് പറയുന്നത് എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്. എഫും എക്സ് സ്ക്വയറും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പം 6 × 4 24, 5 × 16 80, 4 × 36 144, 3 × 64 192, 2 × 100 200 എന്ന് കിട്ടും. ഇനി നമുക്ക് എഫ് എക്സ് സ്ക്വയറിൻ്റെയും എഫ് എക്സിൻ്റെയും എഫിൻ്റെയും ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ. എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ 640 ഡിവൈഡഡ് ബൈ എന്നിൻ്റെ വാല്യൂ 20 മൈനസ് എഫ് എക്സിൻ്റെ ടോട്ടൽ 100 ഡിവൈഡഡ് ബൈ എന്നിൻ്റെ വാല്യൂ 20. ഇതിൻ്റെ സ്ക്വയർ ഡിവൈഡ് ചെയ്യുമ്പോൾ 640 ഡിവൈഡഡ് ബൈ 20 ഡിവൈഡ് ചെയ്യുമ്പോൾ 32 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5ൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 32 മൈനസ് 5ൻ്റെ സ്ക്വയർ 25 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 7 എന്നാണ് കിട്ടുന്നത്. 7ൻ്റെ റൂട്ട്
2.64 എന്ന് നമുക്ക് കിട്ടും. ഈ രീതിയിലാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സി വി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ ചെയ്ത മെത്തേഡിൽ തന്നെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ 2.64. ഇനി നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സിഗ്മ എഫ് എക്സ് ബൈ എൻ 100/20 ചെയ്യുമ്പോൾ 5 ആണ് കിട്ടുന്നത്. നമുക്ക് സി വി എത്ര വരും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ 2.64, മീനിൻ്റെ വാല്യൂ 5 × 100. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 52.8% എന്ന് നമുക്ക് കിട്ടും. ഈ രീതിയിലാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സി വിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.